ബിജെപിയിലെ ഗ്രൂപ്പ് കളി അവസാനിപ്പിക്കണമെന്ന ശാസനയുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരും പാർട്ടി പിടിക്കാൻ നോക്കേണ്ടെന്നും ആദ്യ കോർ കമ്മിറ്റിയിൽ രാജീവ് താക്കീത് ചെയ്തു. 5 മേഖലകളിലായി തരംതിരിച്ച് ജില്ലാ പുനർസംഘടന ഏപ്രിൽ 15-നകം പൂർത്തിയാക്കാനും കോർ കമ്മിറ്റിയിൽ തീരുമാനമായി. എൻ്റെ ഒരു ടീം അങ്ങനെ എൻ്റെ ടീമായിട്ട് ഒരു ടീമൊന്നും ഉണ്ടാവില്ല. ഒരു BJPൻ്റെ ഒരു ടീമുണ്ട്, ഇന്നും ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും. ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരും, ചില മാറ്റങ്ങൾ വരില്ല. ന്യൂസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലെ ഈ വാക്കുകൾ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുകയായിരുന്നു ആദ്യ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ. ഇനി ഗ്രൂപ്പ് കളിക്കാൻ ആരും നിൽക്കേണ്ട, പാർട്ടി പിടിക്കാനും ആരും നടക്കേണ്ട, ഭരണം പിടിക്കാനാണ് പണിയെടുക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തോൽവിയിൽ ഉൾപ്പെടെ വിഭാഗീയ പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന വിലയിരുത്തൽ രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. അതിനാൽ കേന്ദ്ര നേതാക്കളുടെ പിന്തുണയോടെ ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രമം. കേരള BJPയിൽ അടിമുടി മാറ്റമെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും താഴെത്തട്ടിലെ പ്രവർത്തനത്തിൽ അത്ര സജീവമല്ലായിരുന്ന, താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരുമായുള്ള ആശയവിനിമയം പോലും അത്ര എളുപ്പമല്ലാത്ത ഒരു പുതുമുഖത്തിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നാണ് അറിയേണ്ടത്. പാർട്ടിയിലെ നേതാക്കളെ മുഴുവൻ ഒരുമിച്ച് നിർത്താനാണ് രാജീവിന്റെ ശ്രമം. ഇന്നലെ വയനാട് പുനരധിവാസവും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതികരിക്കാൻ ചുമതലപ്പെടുത്തിയത് MD രമേശിനെ. ഇന്ന് കോർ കമ്മിറ്റി തീരുമാനങ്ങൾ അറിയിച്ചത് P സുധീറും S സുരേഷും. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ സന്ദർശിക്കാൻ ചുമതലപ്പെടുത്തിയത് ശോഭാ സുരേന്ദ്രനെ. ഇങ്ങനെ ഓരോരുത്തരിലും ചുമതലകൾ നൽകി അത് നടപ്പിലാക്കാനാണ് നീക്കം. അതായത് എല്ലാ വിഷയങ്ങളിലും ഇനി BJP സംസ്ഥാന അധ്യക്ഷനാകില്ല പ്രതികരിക്കുക. അദ്ദേഹത്തിനും പാർട്ടിക്കും വേണ്ടി ചുമതലപ്പെടുത്തുന്ന നേതാക്കൾ പ്രതികരിക്കും. ഏപ്രിൽ 15-നകം ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. ഇതിനായി 30 സംഘടനാ ജില്ലകളെ 6 വീതമായി തരംതിരിച്ച് 5 മേഖലകളാക്കും. വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ MD രമേശ്, P സുധീർ, C കൃഷ്ണകുമാർ എന്നിവർക്കാണ് മേഖലകളുടെ ചുമതല. പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഏപ്രിൽ 15-ന് മുൻപ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കേന്ദ്രവിരുദ്ധമായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. VS അനു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.